നമസ്തേ. ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഞാൻ ശൈലേഷ് സാരംഗസ്വാമി, ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിന്റെ ഈ വരുന്ന വർഷം, മലയാള വർഷം ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, പൊതുവായി പറഞ്ഞാൽ നല്ല മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണെന്ന് സംശയം പറയാം. ചില കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ കഴിയും. തൊഴിൽ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളെക്കാൾ ആലോചിച്ചുള്ള നീക്കങ്ങളായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുമാനത്തിൽ മെച്ചമുണ്ടാകാം. പഴയ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവ് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, ഭൂമി, വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വരാം. അനാവശ്യമായ കടം ഒഴിവാക്കുന്നതാണ് നല്ലത്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരത കൈവരിക്കാനാകും. കുടുംബജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിയേക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും തുറന്ന സംസ്കാരവും നിലനിർത്തിയാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കാൻ വരും വർഷം ചോതി നക്ഷത്രക്കാർക്ക് സാധിക്കും. മക്കളുടെ കാര്യത്തിൽ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളുടെ പഠനം, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാം. മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ അമിതമായ സമ്മർദ്ദം ചെലുത്താതെ പ്രോത്സാഹനം നൽകുന്നത് വളരെ ഗുണകരമായിരിക്കും വരുന്ന വർഷം ചോതി നക്ഷത്രക്കാർക്ക്. അതായത് മലയാള വർഷം 1202 ആണ്ടിലെ കാര്യമാണ്. വരുന്ന വർഷം ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ പ്രശ്നങ്ങളെക്കാൾ ചെറിയ ആരോഗ്യ അസ്വസ്ഥതകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ക്ഷീണം തുടങ്ങിയവ അവഗണിക്കരുത്. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും വ്യായാമവും പാലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടെങ്കിൽ വിദഗ്ധരുടെ നിർദ്ദേശം തേടുന്നതാണ് ഉചിതം. യാത്രകൾക്കും പുതിയ സംരംഭങ്ങൾക്കും സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാത്രകൾക്ക് സാധ്യതയുണ്ട്. ദൂരയാത്രകളും തീർത്ഥാടനങ്ങളും കുടുംബയാത്രകളും സന്തോഷം നൽകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. പങ്കാളിത്ത ബിസിനസ്സുകളിൽ രേഖകളും സാമ്പത്തിക കരാറുകളും ശ്രദ്ധാപൂർവം പരിശോധിക്കണം. വർഷത്തിന്റെ അവസാന ഭാഗം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1202 ആണ്ട് മലയാള വർഷത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. വർഷത്തിന്റെ അവസാന ഭാഗം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ, വർഷം മുന്നോട്ട് പോകുന്തോറും ആത്മവിശ്വാസം വർദ്ധിക്കും. മുൻപ് നീട്ടിവെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയും. വർഷത്തിന്റെ അവസാന ഭാഗം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷം മുന്നോട്ട് പോകുന്തോറും ആത്മവിശ്വാസം വർദ്ധിക്കും. മുൻപ് നീട്ടിവെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയും. സാമ്പത്തികമായും കുടുംബപരമായും കൂടുതൽ അസ്ഥിരത അനുഭവപ്പെടും. സ്വന്തം കഴിവുകളിൽ തീരുമാനങ്ങളിൽ വിശ്വാസം വയ്ക്കേണ്ട കാലമാണിത്. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്താണ് എന്ന പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി അമിതമായ ധൃതിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. രണ്ടാമതായി പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. മൂന്നാമതായി ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചയും ക്ഷമയും പുലർത്തുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം വിവേകം ഉപയോഗിച്ചാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചോതി നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെയും വളർച്ചയുടെയും പ്രതീക്ഷകളുടെയും വർഷമാണ്. 1202 ആണ്ട് വരുന്ന മലയാള വർഷ കാര്യമാണ് പറയുന്നത്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നിവയിൽ ക്രമേണ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ചില ചെറിയ തടസ്സങ്ങൾ വന്നാലും അവയെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർ വരും വർഷം പ്രകടിപ്പിക്കും. ഇത് പൊതുവായ നക്ഷത്രഫലമാണ്. വ്യക്തിഗത ജാതകം, അതായത് ഒരു വ്യക്തിയുടെ ചോതി നക്ഷത്രക്കാരൻ്റെ വ്യക്തിഗത ജാതകം, ദശാസന്ധി, ഗ്രഹനില എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കാം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയം, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിച്ചിട്ട് ശേഷം നമ്മൾ വീഡിയോയായി കവടി പ്രശ്നമായാലും ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങളെ വീഡിയോ ആയി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ നമ്പർ 9553039953. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.